ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസിൽ പ്രതികൾക്ക് ഇന്ന് നിർണായകം. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ജോലി നഷ്ടമാകുമെന്നാണ് ജാമ്യാപേക്ഷയിലെ വാദം. അതേസമയം ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് SIT. അന്വേഷണം അട്ടിമറിച്ചെന്നും ചട്ടലംഘനം നടത്തിയെന്നുമുള്ള കുറ്റങ്ങൾ ചുമത്തി അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് നൽകാനാണ് ആലോചന. അജിത് കുമാറിന്റെ ഓഫീസിൽ അന്നുണ്ടായിരുന്ന 2 ഗ്രേഡ് SIമാർക്കെതിരെ നടപടി വേണമെന്നും ആഭ്യന്തര വകുപ്പിനോട് SIT ആവശ്യപ്പെടും. ഗോപാൽ ഷീല സരൽ ചേരുന്നു. ഗോപാൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ വന്നതോടുകൂടി ദ്രുതഗതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് പ്രതികളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഒപ്പം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അജിത് കുമാറിനും ഇനിയുള്ള ദിവസങ്ങളും നിർണായകമാണ്. തീർച്ചയായിട്ടും ശ്രുതി, റോഷ്നി, കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമെടുത്ത തീരുമാനമായിരുന്നു ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ വ്യാഖ്യാനിക്കപ്പെട്ട സംഘർഷം. ആ സംഘർഷത്തിലെ പുനരന്വേഷണം, ആ പുനരന്വേഷണം ഇപ്പോൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും അത്ര വേഗത്തിലാണ് അതിൻ്റേതായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ കേസിലെ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായ 2 പേരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം ഈ SIT അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ ഇന്ന് ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. ഒന്നാം പ്രതിയായിട്ടുള്ള അനിൽകുമാർ, 2ാം പ്രതിയായിട്ടുള്ള സന്ദീപ് എന്നീ 2 പേരാണ് തങ്ങൾക്ക് മുൻകൂർ ജാമ്യം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ തങ്ങളുടെ ജോലി നഷ്ടപ്പെടുമെന്നും ജീവിതമാകമാനം തകർച്ചയിലേക്ക് പോകും എന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഇരുവരും ആലപ്പുഴ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ നിലപാട് എന്താണ് എന്നത് ഏറെ നിർണായകമാകും. കാരണം ഈ SIT അന്വേഷണം പുരോഗമിക്കുമ്പോൾ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ദൃശ്യങ്ങൾ കൃത്യമായ തെളിവായതുകൊണ്ടും ഇരുവരുടെയും തലയ്ക്ക് സാരമായ പരിക്ക് അന്നുണ്ടായതുകൊണ്ടും തന്നെ ഈ പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള കേസുകൾ ചുമത്താൻ ഏറെ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ, അത് തള്ളിപ്പോവുകയാണെങ്കിൽ ഇരുവരും റിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അത് വലിയ തരത്തിലേക്കുള്ള ഇവരുടെ ജോലിയെ സംബന്ധിച്ച വിഷയമാണെങ്കിലും അല്ലാത്ത വിഷയമാണെങ്കിലും വലിയ തരത്തിലേക്കുള്ള നിയമ നടപടി എന്ന തരത്തിലേക്ക് കൂടി ഈ കാര്യങ്ങളെ കൊണ്ടുപോകും. അതിനാൽ തന്നെ മുൻകൂർ ജാമ്യം നൽകണം എന്ന ആവശ്യം അതിശക്തമായി തന്നെ ഉന്നയിക്കാനാണ് ഇരുവരുടെയും തീരുമാനം. അതേസമയം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരായ 2 പേർ കൂടി കക്ഷി ചേരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആലപ്പുഴ MLA ആയിട്ടുള്ള AD തോമസ്, അതിനോടൊപ്പം തന്നെ ഈ മർദ്ദനമേറ്റ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് ജുവൽ മേരി തോമസ് എന്നീ 2 പേരാണ് ഇന്ന് ഈ കേസിൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേരാൻ ആലോചിക്കുന്നത്. ഇരുവരും തങ്ങൾക്കുണ്ടായ അനുഭവം അതുമായി ബന്ധപ്പെട്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കും. എന്താണെങ്കിലും ഒരു വശത്തെ SIT അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ MR അജിത് കുമാറിനെതിരായ വെളിപ്പെടുത്തലുകളും അതുമായി ബന്ധപ്പെട്ട തുടർനടപടികളും ഈ ഘട്ടത്തിൽ അതിവേഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. MR അജിത് കുമാർ വയനാട് ദുരന്തത്തിന്റെ ഘട്ടത്തിൽ കേസ് ഡയറി തിരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു എന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി, ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരുടെ മൊഴി ഏറെ നിർണായകമായിരുന്നു. ആ മൊഴി സംബന്ധിച്ച് അതിന്റെ തുടരന്വേഷണവും അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടും വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. റോഷ്നി, ശരി. ഗോപാൽ ഷീല സനലാണ് വിശദാംശങ്ങൾ നൽകിയത്.